ഈ ഒരു വ്യക്തിയെ ഞാൻ ഇനി പ്രത്യേകം പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല അല്ലേ? കാരണം മീമുകളിലും ന്യൂസുകളിലുമെല്ലാം ഈ ഒരാളെ കാണുമ്പോൾ ഇദ്ദേഹം വളരെ ധനികനും പവർഫുള്ളുമായ ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്കൊരുപക്ഷെ ധാരണയുണ്ടാകാം. എന്നാൽ പുട്ടിന് ഒരു വർഷത്തിൽ $1,12,000 മാത്രമേ വരുമാനമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 2000-ൽ റഷ്യൻ ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം പുട്ടിന്റെ സ്വത്തിനെയും ആസ്തിയെയും ചൊല്ലി പല നിഗൂഢതകൾ നിറഞ്ഞ വാദങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. 90 ലക്ഷം മാത്രം വാർഷിക വരുമാനമുള്ള ഇദ്ദേഹം അതിനേക്കാൾ 100 ഇരട്ടിയിലധികം ചിലവ് വരുന്ന ആഡംബര ജീവിതമാണ് നയിക്കുന്നത്. പ്രൈവറ്റ് ജെറ്റുകൾ, ലക്ഷറി വീടുകൾ, കാറുകൾ, അങ്ങനെ ഒരുപാട് വിലയേറിയ വസ്തുക്കൾ ഇദ്ദേഹത്തിനുണ്ട്. ഒരിക്കൽ ഇദ്ദേഹം $7 ലക്ഷം വില വരുന്ന ഒരു വാച്ച് അണിഞ്ഞുകൊണ്ട് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിരുന്നു. ഇതൊക്കെ എന്ത്? 58 വിമാനങ്ങൾ, യാട്ടുകൾ, ലക്ഷറി പ്രൈവറ്റ് ജെറ്റുകൾ തുടങ്ങിയ ഒരുപാട് വാഹനങ്ങളുടെ ഓണർഷിപ്പുമായി പുട്ടിന് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 58 വിമാനങ്ങളിലെ 5 എണ്ണത്തിന്റെ ഇന്റീരിയർ ക്യാബിനുകൾ $11 മില്യൺ ചിലവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് 91 കോടി രൂപയ്ക്ക്. 186 യാത്രക്കാർക്ക് വരെ ഈ വിമാനങ്ങളിൽ സുഖമായി യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇദ്ദേഹത്തിന്റെ 4 യാട്ടുകളിൽ ഏറ്റവും വിലയേറിയ ഗ്രേസ്ഫുൾ എന്ന ഈ യാട്ടിന് $1.2 ബില്യൺ വിലയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഏകദേശം 10,000 കോടിയോളം രൂപ. ഇതുകൂടാതെ പല പ്രൈവറ്റ് ഐലൻഡുകളും കൊട്ടാരങ്ങളുമൊക്കെ ഇദ്ദേഹത്തിനുള്ളതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇവയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും നിഗൂഢത നിറഞ്ഞതുമായ വിഷയം ഇദ്ദേഹത്തിന്റെ $1 ബില്യൺ വില വരുന്ന പുട്ടിൻസ് പാലസ് എന്നറിയപ്പെടുന്ന ഈ ഒരു കൊട്ടാരമാണ്. ബ്ലാക്ക് സീയിലെ ഒരു റിസോർട്ട് ടൗണിന്റെ തീരത്ത് വളരെ രഹസ്യമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടിയുള്ള ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ചാണ് ഇദ്ദേഹം ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ സ്വാഭാവികമായി സംഭവിക്കുന്നത് പോലെ തന്നെ പുട്ടിൻ ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ നിഷേധിച്ചു. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇതിനു മുൻപും മറ്റു 8 കൊട്ടാരങ്ങളുമായുള്ള ഇദ്ദേഹത്തിന്റെ ബന്ധത്തെ പറ്റിയുള്ള റിപ്പോർട്ടുകളും ഇദ്ദേഹം നിഷേധിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ ഈ ഒരു $1 ബില്യൺ വീടിനെ പറ്റി പറയുന്നതിന് മുൻപ് ഇദ്ദേഹം ഉടമസ്ഥനാണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള ചില പ്രോപ്പർട്ടികൾ നമുക്ക് പരിചയപ്പെടാം. വൈറ്റ് ഹൗസിനോട് സാമ്യമായ ഒരു എസ്റ്റേറ്റ് ഇദ്ദേഹത്തിനുണ്ട്, നോവോ ഓഗരേവോ. പൊതുവെ മിക്ക പ്രസിഡന്റ്മാരും ക്രെംലിനിലാണ് താമസിക്കുന്നത്. എന്നാൽ പുട്ടിൻ 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഒരു എസ്റ്റേറ്റ് ആണ് താമസിക്കാനായി തിരഞ്ഞെടുത്തത്. ഒരുപാട് ആഡംബരതയുള്ള ഒരു വീടാണിത്. ബില്യാർഡ്സ് ടേബിളുകൾ, ഇൻഡോർ പൂളുകൾ, സോണാ റൂമുകൾ, ഒരുപാട് ഡൈനിങ് റൂമുകളും ബോർഡ് റൂമുകളും അടങ്ങിയ ഒരു വലിയ എസ്റ്റേറ്റ് ആണിത്. ഇതുകൂടാതെ ബാൽഡെ തടാകത്തിന്റെ തീരത്തായി 23,000 ഏക്കറുള്ള ഒരു എസ്റ്റേറ്റും ഇദ്ദേഹത്തിനുണ്ട്. ഇതിനുള്ളിൽ ഇദ്ദേഹത്തിനായി ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു ബൗളിംഗ് ആലെ, ഇൻഡോർ മൂവി തിയേറ്റർ, എന്തിനേറെ പറയുന്നു ഒരു സ്വകാര്യ പള്ളി വരെ ഇതിലുണ്ട്. എന്നാൽ ഈ പറഞ്ഞ വസതികളൊന്നും ഇദ്ദേഹത്തിന്റെ $1 ബില്യൺ കൊട്ടാരവുമായി കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. പുട്ടിൻസ് പാലസ് എന്ന പേരിലാണ് ഈ ഒരു വലിയ ആഡംബര കൊട്ടാരം അറിയപ്പെടുന്നത്. 40 ഏക്കർ വിസ്തൃതിയിലാണ് ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. 18-ാം നൂറ്റാണ്ടിലെ റഷ്യൻ മൊണാർക്കുകളുടെ കൊട്ടാരങ്ങൾക്കുണ്ടായിരുന്ന ഒരു ഡിസൈൻ ആണ് ഇതിനുള്ളത്. കല്ലിൽ നിർമ്മിച്ച ആർച്ച് വേയും രാജകീയമായ മുറ്റവുമെല്ലാം ഈ ഒരു വീടിനെ പുറമേ നിന്ന് വളരെ മികച്ചതാക്കുന്നു. 3 നിലയുള്ള കൊട്ടാരത്തിനുള്ളിൽ രാജകീയമായ സ്റ്റെയർവേകളും വീടിന്റെ നടുവിലായി റോമൻ സ്റ്റൈലിൽ നിർമ്മിച്ച ഒരു നടുമുറ്റവുമുണ്ട്. വീടിന് ചുറ്റുമുള്ള പച്ചിരുമ്പ് കൊണ്ടുള്ള വേലി സ്വർണം കൊണ്ട് പൂശുകയും അതുകൂടാതെ മുൻഭാഗത്തായി സ്വർണം കൊണ്ടുള്ള ഒരു പരുന്തിന്റെ രൂപവും സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീട്ടിൽ എത്രത്തോളം ആഡംബരതയുണ്ടെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. വീടിന്റെ നടുവിലായി ഒരു ഗാർഡൻ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. കോർട്ട്യാർഡിലെ 79 ജനാലയിലൂടെ നോക്കിയാലും കാണാവുന്ന ഈ ഒരു പൂന്തോട്ടത്തിൽ ഒരുപാട് മെയ്സുകളും ഫൗണ്ടൈനുകളും കാണാം. ഈ ഒരു ചിത്രത്തിൽ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു മെയ്സ് നിങ്ങൾക്ക് കാണാം. എത്ര വലിയ ലീഡർ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലും ഒരു സോഫ്റ്റ് ആയ ഹൃദയം ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ വളരെ ഹൈ ആണെന്ന് തോന്നുന്നു. കൊട്ടാരത്തിന്റെ മുകളിൽ 3 ഹെലിപാഡുകളാണുള്ളത്. മിക്കപ്പോഴും ഇതിനു മുകളിൽ $1 മില്യൺ വില വരുന്ന ലക്ഷറി ഹെലികോപ്റ്ററുകൾ ഉണ്ടാകും. വീടിനുള്ളിലെ വളരെ കുറച്ച് കാഴ്ചകൾ മാത്രമേ ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ളൂ. വീടിന്റെ പുറത്തുള്ള ഇരുമ്പ് വേലിയിലും കോർട്ട്യാർഡിലും വരെ ഇത്രയും ആഡംബരത ഉണ്ടാവുമ്പോൾ വീടിനുള്ളിലും സ്വർണം കൊണ്ടും മറ്റു ആഡംബര വസ്തുക്കൾ കൊണ്ടും നിർമ്മിച്ച ഒരുപാട് ഫർണിച്ചറുകളും മറ്റു ഉപകരണങ്ങളും എന്തായാലും കാണും. സീലിങ്ങുകളിലും ചുവരുകളിലുമെല്ലാം 18-ാം നൂറ്റാണ്ടിലെ കൊട്ടാരങ്ങളിൽ ഉള്ളതുപോലെ വളരെ നല്ല കുറെ പെയിന്റിങ്ങുകൾ കാണാം. ഇതിനുള്ളിൽ എത്ര ബെഡ്റൂമുകൾ ഉണ്ട് എന്ന് കൃത്യമായി അറിയില്ല.
പക്ഷേ ഇവിടുത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞ് ലീക്കായിട്ടുള്ള ചിത്രത്തിൽ വളരെ ആഡംബരത നിറഞ്ഞ സ്വർണം കൊണ്ടുള്ള ഒരുപാട് വർക്കുകൾ ബെഡിലും സീലിംഗിലും എല്ലാം കാണാം. നിങ്ങൾക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകും, പുടിന് സ്വർണത്തോട് എന്തോ ഒരിതില്ലേ. കൊട്ടാരത്തോട് ചേർന്ന് തന്നെ സെക്യൂരിറ്റികൾക്കും സ്റ്റാഫുകൾക്കും വേണ്ടിയുള്ള പ്രൈവറ്റ് ക്വാർട്ടേഴ്സുകളും ആഡംബര സിനിമാ തിയേറ്ററും പൂളും പിന്നെ ഒരു വലിയ ആംഫി തിയേറ്ററും കൊട്ടാരത്തിന്റെ വസതിക്കുള്ളിൽ തന്നെ ഉണ്ട്. ഇത്രയും ആഡംബരമായ വീട് നിർമ്മിക്കാൻ ഒരു ബില്യണയറിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ഒരു വീടിനുള്ളിൽ ഒരു ഇൻഡോർ കാസിനോയും മീറ്റിങ്ങുകൾക്കായി ഒരു ടീ ഹൗസും ഉണ്ട്. എന്നാലും ഈ അതിരുകടന്ന ആഡംബരതയുള്ള എസ്റ്റേറ്റ് പുടിനുമായി എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ ഒരു എസ്റ്റേറ്റ് നിർമ്മിക്കുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പുടിന്റെ ചില സുഹൃത്തുക്കൾ റഷ്യയിലെ ഹോസ്പിറ്റലുകൾ നവീകരിക്കാനായി ഗവൺമെന്റിന് ഒരു വലിയ തുക നൽകിയിരുന്നു. ഈ ഒരു പണം ഉപയോഗിച്ച് പുടിൻ തന്റെ മറ്റു ചില കോടീശ്വരന്മാരായ സുഹൃത്തുക്കളിൽ നിന്ന് ഹോസ്പിറ്റൽ എക്യുപ്മെന്റുകൾ വളരെ വലിയ ഡിസ്കൗണ്ടിൽ വാങ്ങി. അങ്ങനെ ബാക്കി വന്ന ആ കണക്കിൽപ്പെടാത്ത പണം പുടിൻ തന്റെ വേറെ ചില സുഹൃത്തുക്കളുടെ ഫോറിൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു. ആ ഒരു പണം കൊണ്ടാണ് പ്രൊജക്ട് സൗത്ത് എന്ന പേരിൽ ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചത്. കൊട്ടാരത്തിന്റെ കൺസ്ട്രക്ഷനുമായി വളരെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് പുടിന് ഇതിന്റെ നിർമ്മാണവുമായി ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇത്രയൊക്കെയാണ് പുടിന്റെ നിഗൂഢതകൾ നിറഞ്ഞ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെത് എന്ന് പറയപ്പെടുന്ന ഈ ഒരു കൊട്ടാരത്തെക്കുറിച്ചും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താണ് ഇതിനെയെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഞാൻ മിസ്റ്റർ ലക്സ്. See you next time.